എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വില്ല് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. എക്സാമിന് വേണ്ട പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ചെയ്തതിൻ്റെ പ്ലേലിസ്റ്റ് ചാനലിൽ കിടപ്പുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും അതിലെ പ്രോബ്ലംസുകൾ ചെയ്ത് പഠിക്കേണ്ടതാണ്. തിയറികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വില്ല് കാണാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് ആൻസർ ഞാൻ ചെയ്യുന്നതിനോടൊപ്പം ചെയ്തു പോകുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഗുഡ്വില്ല് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ അറ്റ് 3 years പർച്ചേസ് ഓഫ് ദി ലാസ്റ്റ് 4 years ആവറേജ് പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഓഫ് ദി ലാസ്റ്റ് 4 years വേറെ പ്രോഫിറ്റ്സും ലോസസും ലാസ്റ്റ് 4 yearsൻ്റെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 50,000, സെക്കൻഡ് ഇയറിൽ 80,000, തേർഡ് ഇയറിൽ 30,000 ലോസാണ്, ഫോർത്ത് ഇയറിൽ 60,000. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് എമൗണ്ട് ഓഫ് ഗുഡ്വില്ല് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഗുഡ്വില്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. നമുക്കത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഗുഡ്വില്ല് അറ്റ് 3 years പർച്ചേസ് ഓഫ് ലാസ്റ്റ് 4 years ആവറേജ് പ്രോഫിറ്റ്. ലാസ്റ്റ് 4 yearsൻ്റെ ആവറേജ് പ്രോഫിറ്റിന് 3 years പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ്വില്ല് കണ്ടുപിടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയേക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് ലാസ്റ്റ് 4 years ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, എത്ര ഇയേഴ്സ് ആണോ പർച്ചേസ് അത്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാം. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കുക. ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം. അപ്പോൾ നമുക്കിതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു 4 വർഷത്തെ പ്രോഫിറ്റും ലോസും തന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം പ്രോഫിറ്റാണ് 50,000, സെക്കൻഡ് ഇയറിൽ 80,000 പ്രോഫിറ്റ്, തേർഡ് ഇയറിൽ ലോസാണ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ്സ് എല്ലാം കൂട്ടിയിട്ട് അതിൽ നിന്ന് ലോസ് മൈനസ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ഇയേഴ്സ് ഉണ്ട്, 1, 2, 3, 4 എത്ര ഇയേഴ്സ് വരുന്നുണ്ടോ പ്രോഫിറ്റും ലോസും അതിൻ്റെ നമ്പറാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1, 2, 3, 4 ഉള്ളൂ. അപ്പോൾ നമുക്ക് 4 ബൈ ഇടാം. അതിനുശേഷം നമുക്ക് ആവറേജ് പ്രോഫിറ്റ് 40,000 കിട്ടും. ഒന്നുകൂടി പറയാം. ആവറേജ് പ്രോഫിറ്റ് 50,000, 80,000, 60,000 മൈനസ് ലോസ്. ഇനിയിപ്പോൾ ഇവിടെ ലോസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ബൈ 4 ചെയ്താൽ മതിയാവും. പക്ഷേ 30,000 ലോസ് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ മൈനസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എമൗണ്ട് 40,000 ആവറേജ് പ്രോഫിറ്റ് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഗുഡ്വില്ലിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാമല്ലോ. ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് 40,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അത് എത്രയാണെന്ന് നോക്കാം. 3 years പർച്ചേസ് ഓഫ് ലാസ്റ്റ് 4 years എന്ന് പറയുമ്പോൾ ഇവിടെ പർച്ചേസ് എത്രയാണ് വന്നത്? 3 years പർച്ചേസ്. 3 years പർച്ചേസ്. ഒരിക്കലും ഈ 4 years അത് എപ്പോഴും വിദ്യാർത്ഥികൾ തെറ്റിക്കുന്നതാണ്. ഈ 4 എടുത്തിട്ട് അതല്ല ചെയ്യേണ്ടത്. 3 years പർച്ചേസ്. ആ 3 ആണ് അവിടെ മൾട്ടിപ്ലൈ. ഇപ്പോൾ നമ്മൾ ഗുഡ്വിൽ ഈക്വൽ ടു 40,000 ഇൻറ്റു 3 അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ നമുക്ക് 1,20,000 ഗുഡ്വില്ലായിട്ട് ലഭിക്കും. അവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വില്ല് കണക്കാക്കുന്നതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ബൈ എ ഫേം 50,000, ലാസ്റ്റ് 5 yearsൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 4,000, 5,000, 5,500, 7,000, 8,500. അതായത് ഇവിടെ ലോസ് ഒന്നുമില്ല. യു ആർ റിക്വയർഡ് ടു വാല്യൂ ഓഫ് ഗുഡ്വിൽ ബേസ്ഡ് ഓൺ 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. നേരത്തെ നമ്മളോട് ക്വസ്റ്റ്യനിൽ 3 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റാണ് പറഞ്ഞത്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറയണത്? 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഗുഡ്വില്ലിൻ്റെ ഇക്വേഷൻ എഴുതാം. ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആയിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റിൻ്റെ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇനി നമുക്കപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഇക്വേഷനാണ്
സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഇക്വേഷനാണ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നമുക്ക് 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 2013 മുതൽ 17 വരെയുള്ള പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. ഒന്നും ലോസ് ഇല്ല. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര ഇയേഴ്സ് വരുന്നോ അത് താഴെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ എമൗണ്ടും കൂടി 4000, 5000, 5500, 7000, 8500 എഴുതി ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5. അപ്പോൾ 5 കിട്ടും. അപ്പോൾ നമുക്ക് 6000 കിട്ടി. അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റിലെ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. നമുക്ക് വേണ്ടത് നോർമൽ പ്രോഫിറ്റാണ്. നോർമൽ പ്രോഫിറ്റിൻ്റെ ഇക്വേഷനാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50,000. നോർമൽ റേറ്റും ഇവിടെ തന്നിട്ടുണ്ട് 10%. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് 50,000 ഇൻറ്റു നോർമൽ റേറ്റ് 10/100 ചെയ്യുമ്പോൾ നമുക്ക് 5,000 കിട്ടി. നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയില്ലേ. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് 1000 ലഭിച്ചു. ഈ ഗുഡ് വില്ല് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് അല്ല ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഗുഡ് വില്ലിൻ്റെ എമൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗുഡ് വില്ല് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടി 1000 ഇൻറ്റു എത്ര ഇയേഴ്സ് പർച്ചേസാണ്? 3 ഇയേഴ്സ് പർച്ചേസാണ് വരുന്നത്. അപ്പോൾ 3000 ഗുഡ് വില്ലായിട്ട് ലഭിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.